ബിരിയാണി കഴിച്ച് അടുത്തതിന് വെയിറ്റ് ചെയ്തൊക്കെ അല്ലേ? എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്കുക കറക്റ്റായിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ റഹ്മാൻ വ്ളോഗർ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പെരിന്തൽമണ്ണയിൽ വൈറലായി ഇൻസ്റ്റയിലും ട്രെൻഡിങ്ങിലും യൂട്യൂബിലും സലീംക്കാടെ ബിരിയാണി കഴിക്കാൻ വന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ കാണിച്ചു കൊടുക്കും. ഒരുപാട് ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്നിട്ട് അടുത്ത് കൊടുത്ത് കാണിക്കും. ഇതാണ് നമ്മളെ ഹോട്ടല് സലീംക്കാടെ കുട്ടൻ ബിരിയാണി കഴിക്കാൻ പോവാ. അപ്പോൾ നമ്മളെ തിരക്കുള്ള കുട്ടൻ ബിരിയാണിയാണ് നമ്മൾ കഴിക്കാൻ പോണേ. സലീംക്ക തയ്യാറാക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒച്ചക്ക് കേൾക്കും, ഞെട്ടെടുത്തിട്ടാ അവിടെ സംഭവങ്ങൾ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നോരോന്ന്. ഒരുപാട് സ്റ്റാഫും ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ സലീംക്ക. പട്ടാമ്പിന്ന് സലീംക്കാടെ കുട്ടൻ ബിരിയാണി കഴിക്കാൻ വന്നതാണ്. കണ്ടാ ഫുള്ള് തിരക്കാണ്, അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡിൽ വീഡിയോ കണ്ടിട്ടാണ് സലീംക്കാടെ ബിരിയാണി കഴിക്കാൻ വരുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഞെട്ടിക്കൽ ബിരിയാണിയാണ് ആവശ്യപ്പെട്ട്. സലീംക്ക ഇപ്പോൾ വരും ഞെട്ടിക്കാനായിട്ട് ബിരിയാണി ആയിട്ട്. ഞെട്ടിക്കൽ ബിരിയാണി ശരിക്കും ഞെട്ടി, മുപ്പര് ഞെട്ടിച്ചിട്ട് പോയി. നമ്മളെ കുട്ടൻ ബിരിയാണി എത്തി ഗൈസ്. ഞെട്ടിക്കൽ ബിരിയാണി ശരിക്കും ഞെട്ടി പോയിട്ട് അടുത്ത് കൊണ്ടേ കാണിക്കും. എന്താ ചൂട് മക്കളെ, നല്ല വെപ്പുള്ള കാരണം, നല്ല ചൂടുള്ള കാരണം അടിപൊളി. കണ്ടാ കണ്ട 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 ചൂടുള്ള സലാഡും വാഴ ഇലയിലാണ് ബിരിയാണി. നല്ല അടിപൊളി ബീഫ്. കണ്ടോ കണ്ടോ കച്ചോ കച്ചോ ആർക്കും തരില്ല, ഒറ്റക്കും രസമില്ല. വർഷാദ് കൂടെ ഉണ്ട്. വർഷാദ വീഡിയോ എടുത്തിരുന്നു. വർഷാദ് എന്തിലാ വന്നിരുന്നു? ഞെട്ടിക്കൽ ബിരിയാണി. എനിക്കെന്താ ഞെട്ടിക്കൽ ബീഫാ? ഞെട്ടിക്കൽ ബീഫ് അത്ര വർഷമായിരുന്നു ഗൈസ്. വർഷാദ് ഇവിടെ ഫുഡ് കൊടുത്തിട്ട് വീഡിയോ എടുക്കണ കാരണം വെയിറ്റിങ്ങിൽ നിൽക്കുക. വർഷത്തിന് നല്ല വിശപ്പുണ്ട് കേട്ടോ വന്നായിട്ടാ ഗൈസ്. അത് കഴിച്ചൂട് വർഷാദ, എന്താ നോക്കിക്കണേ? ഞാനിവിടെ തിന്ന് പകുതിയായി ഗൈസ്. കണ്ട അർഷാദ് ഒരു കൈമെന്തോ പറ്റിയിട്ട് ബിരിയാണി ഒന്നും പറ്റാതെ സ്പൂണൊക്കെ ചോദിക്കുക. ഒരു കടയിൽ വന്നിട്ടേ എന്താ അർഷാദിന് വീഡിയോക്ക് വരുന്ന ഇഷ്ടമല്ല ഗൈസ്. അർഷാദ് മുങ്ങും ഇടക്ക്. അപ്പം ഞാൻ എവിടെ ഉള്ള വെച്ചെങ്കിൽ അവിടെ നിന്ന് പിടിച്ചോണ്ട് വരും. അതാ അർഷാദ്. അടിപൊളി ബീഫ് എൻ്റെ ചെക്കനക്ക് തിന്നാട്ടെ. വേണ്ടേ അവനക്ക് വേണ്ടാതൊക്കെ തന്നെ ഇട്ടെന്ന്. കണ്ട 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 ണ്ടാ ആളുകൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ ഈ അങ്ങാടിയിലുള്ള ബിരിയാണി കട. ഇപ്പോൾ സമയം 3 മണിയാവാൻ പോകട്ടെ. അത്രയും തിരക്കാണ് ഇപ്പോഴും ഇട്ടാ. കണ്ട പക്ഷേ അതെ എല്ലാവരും 100 പ്രാവശ്യമെങ്കിലും വന്ന് കഴിക്കാൻ പറ്റിയ അടിപൊളി ബിരിയാണി ഗൈസ്. അടിപൊളി, ഒരു രക്ഷയില്ല. അല്ല ഗൈസ് കണ്ട അടിപൊളി ബീഫ്. അല്ലോ കഴിച്ചോ കഴിച്ചോ. അത്യാവശ്യം പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട 1 2 3 4 5 പീസൊക്കെ ഇട്ടാൽ നിൽക്കണം. അത്യാവശ്യം പീസ് വരച്ചുണ്ട്. കണ്ട ഫർഷാദിൻ്റെ കൈ കൊണ്ട് വയ്യാതായിട്ടും ഫർഷാദ് കുട്ടൻ ദം ബിരിയാണി കഴിക്കാൻ. അപ്പോൾ സ്പൂൺ വയ്ക്കാന്നില്ലേ? എന്താ ഡിമാൻഡാ? ഇതൊന്നും ഭാവല്ല. എന്തിനാ പൊക്കണ? എന്താല്ലേ പോണില്ല.
കൊള്ളായി. ബിരിയാണി അടിപൊളി കേട്ടോ. റൈസ് വലിയ ഹൈപ്പ് ഇല്ലെങ്കിലും മൊത്തത്തിൽ അടിപൊളിയാണ്. മാനേജർ കേട്ടോ. അതിൻ്റെ പേരെന്താ? ബിരിയാണി അടിപൊളിയാണ്. കൈയോട് സൂപ്പർ ബിരിയാണി അടിപൊളി തന്നെ. ബിരിയാണി കഴിച്ച് അടുത്തതിന് വെയിറ്റ് ചെയ്തൊക്കെ അല്ലേ? എങ്ങനുണ്ട് പറഞ്ഞു കൊടുക്ക കറക്റ്റായിട്ട്. എല്ലാരോടും വരാൻ പറയും എന്നാലാണ്. ആ അതല്ലേ. നിങ്ങൾ എത്ര ആൾക്കാരെ വന്നിക്കണേ? ഇത് പേരെന്താ? ഇസ്മായില്. ആ പൊളി. അതാണ് അതാ പറഞ്ഞു കൊടുക്ക. അഭിപ്രായം പറഞ്ഞു കൊടുക്ക. പറഞ്ഞു കൊടുക്ക കാര്യങ്ങള്. എത്രാമത്തെ ബിരിയാണി? 2? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളെ. ഫൈസൽ നസ്രി വ്ളോഗ് ട്ടാ.